ഹലോ, ഹാസ് യൂഷ്വൽ കമൻറ്റ്. ഇന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടി അല്ലായിരുന്നു, ജസ്റ്റ് അവിടെ ചെന്നിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു. അതായത് സൊള്ളെന്നൊക്കെ പറയും. അതായത് നമ്മൾ അവിടെ ചെന്നിരുന്ന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് തന്നു വിട്ടിരിക്കുന്ന നോട്ട്സൊക്കെ അവിടെ ചെന്ന് പ്രിപ്പയർ ചെയ്യണം. അവിടെ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ അവിടെ ചെന്നിരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ നോർമലി ഹോസ്പിറ്റലിൽ എത്തുന്ന പോലെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ നല്ല മഞ്ഞാണ്. ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ്. ചിലപ്പോൾ വെയിലായിരിക്കും, ചിലപ്പോൾ മഞ്ഞായിരിക്കും. ദെൻ ഞാൻ ഹോസ്പിറ്റലൊക്കെ കയറി പഠിക്കാൻ കുറച്ചുണ്ടായിരുന്നു. പഠിത്തമൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ ഞാൻ ചെന്നു, ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഞാൻ പതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയേ. ചെറുതായിട്ട് ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേക്കും ഈസ്റ്ററൊക്കെ വരുമല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു എയർ ഫ്രയർ വാങ്ങണമെന്ന്. അതും വാങ്ങി. പിന്നെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ചായിട്ട് നടക്കുവാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ബബിൾ ടീ കിട്ടുന്നിടത്ത് കയറിയേ. അത്യാവശ്യം നല്ലൊരു ബബിൾ ടീ ആയിരുന്നു. ഞാൻ അതൊക്കെ വാങ്ങി പതിയെ അങ്ങ് ഇറങ്ങിയേ. പിന്നെ വീടെത്തി ഞാൻ നമ്മുടെ പുതിയ എയർ ഫ്രയർ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ അതിലൊക്കെ ചെറുതായിട്ടൊന്ന് വായിച്ചൊക്കെ നോക്കി വെച്ച് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ ടൈമൊക്കെ സെറ്റ് ചെയ്തു. ഒരു 20-25 മിനിറ്റൊക്കെ ഒന്ന് ടൈമൊക്കെ സെറ്റ് ചെയ്തു. ടണ്ടടേ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ കൂടെ വാങ്ങിച്ച് ഞാനിങ്ങ് പോന്നു. ഡൺ വിസ് നെക്സ്റ്റ് സ്മാൾ ചാ.